നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഹിസ്റ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +1 ഹിസ്റ്ററിയിൽ എസ്എ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ പറയാം. ചോദ്യങ്ങളാണ്, അത് ഏത് ചാപ്റ്ററിലാണ് ഉൾപ്പെടുന്നത് എന്നും പറയുന്നു. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പറയുന്നത് ആധുനികവൽക്കരണത്തിലേക്കുള്ള പാത എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ ലാസ്റ്റ് ചാപ്റ്ററിനെ സംബന്ധിച്ചാണ്. ആധുനികവൽക്കരണത്തിലേക്കുള്ള പാത. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം, ചില രാജ്യങ്ങൾ, അതായത് ചൈന, അതുപോലെ തന്നെ ജപ്പാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ ആധുനികവൽക്കരണത്തിലേക്കുള്ള പാത എന്ന ഈ ചാപ്റ്ററിൽ എസ്എ വരുന്ന ഒന്നാമത്തെ എസ്എ ടൈപ്പ് ചോദ്യമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണവും ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപിതവും വിവരിക്കാൻ വേണ്ടി ചോദിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ചൈനയിൽ, അതുപോലെ ചൈനയുടെ റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപനം, സ്ഥാപിതം, ചൈനയിൽ റിപ്പബ്ലിക്ക് സ്ഥാപിതമാകുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തെ സംബന്ധിച്ചും വിവരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം സാധ്യത വളരെ കൂടുതലാണ്. ആധുനികവൽക്കരണത്തിലേക്കുള്ള പാത എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത്. അത് നിങ്ങൾ എടുത്ത് കണ്ട് പഠിക്കുക. രണ്ടാമതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ മറ്റൊരു ചാപ്റ്ററാണ് വ്യാവസായിക വിപ്ലവം. ഇതിൽ നിർബന്ധമായിട്ടും നമുക്ക് പഠിക്കേണ്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് വൈ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഇൻ ഇംഗ്ലണ്ട് എന്ന് ചോദിക്കുക. അത് നല്ലൊരു ചോദ്യമാണ്, കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് അതിൻ്റെ ബേസിക് കോസസ് ആണ് ചോദിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ തന്നെ ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്, അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ അതൊരു 5 മാർക്കിനും വേണ്ടി ചോദിക്കാവുന്നതാണ്. ഈ അടിസ്ഥാന കാരണങ്ങൾ, അതായത് വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ ബേസിക് റീസൺസ് ആണ്, ബേസിക് കോസസ് ആണ് ചോദിക്കുന്നത്. അതാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെ ചോദിക്കാം. ക്ലിയർ ആണല്ലോ. അതുപോലെ മറ്റൊരു ചോദ്യം, ഇരുമ്പുരുക്ക് തുണി വ്യവസായം മേഖലകളിലൊക്കെ വ്യാവസായിക വിപ്ലവം വരുത്തിയ മാറ്റങ്ങൾ. ഇരുമ്പുരുക്ക് തുണി വ്യവസായം മാത്രമല്ല, പല തരം വ്യവസായങ്ങളെക്കുറിച്ചും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇരുമ്പ് ഉരുക്ക് വ്യവസായങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇരുമ്പുരുക്ക് മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾ, വസ്ത്രനിർമ്മാണ രംഗത്തുണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ ആവിശക്തി മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾ, ഗതാഗത മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു വ്യാവസായിക വിപ്ലവത്തിലെ മാറ്റങ്ങൾ, വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കിയെടുത്തുള്ള മാറ്റങ്ങൾ. അപ്പോൾ ആ ചാപ്റ്ററിൽ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഇത്. വ്യാവസായിക വിപ്ലവം ബ്രിട്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ആരംഭിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഈ വ്യവസായ വിപ്ലവം വരുത്തിയിട്ടുള്ള വിവിധ മേഖലകളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന് അനന്തര ഫലങ്ങൾ ചോദിക്കാം, ദുരന്ത ഫലങ്ങൾ അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ എസ്എ അങ്ങനെ ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കണം. എന്തായാലും ഇതൊന്നൊരു ചോദ്യം ഉറപ്പാണ്, മറക്കാതെ നിങ്ങൾ പഠിച്ചോളാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ചാപ്റ്റർ, നമ്മുടെ ഈ 3 ക്രമങ്ങളുണ്ടല്ലോ, ആ 3 ക്രമങ്ങൾ പ്രമേയം 6-ലാണെന്നാണ് തോന്നുന്നത്. 3 ക്രമങ്ങൾ വരുന്നുണ്ട്. അവിടെ ആരൊക്കെയാണ്? ഫ്യൂഡലിസത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഫ്യൂഡലിസത്തിൽ മധ്യകാല യൂറോപ്പിലെ സാമൂഹ്യ വർഗങ്ങളായിട്ടാണ് 3 ക്രമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. 3 ക്രമങ്ങളിൽ പുരോഹിത വർഗം, പ്രഭുവർഗം, കർഷകർ അല്ലേ, ഇങ്ങനെയുള്ള 3 വർഗങ്ങളുള്ളത്. അപ്പോൾ ഈ പുരോഹിത വർഗം, പ്രഭുവർഗം, കർഷക വർഗം എന്നീ 3 വിഭാഗങ്ങളെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ പുരോഹിത വർഗത്തെക്കുറിച്ച്, പ്രഭുവർഗത്തെക്കുറിച്ച്, അതുപോലെ തന്നെ കർഷക വർഗത്തെക്കുറിച്ചൊക്കെ വിവരിക്കാൻ വേണ്ടിയിട്ട് അതൊരു എസ്എ ആയിട്ട് ചോദിക്കാം. എസ്എ ആയിട്ട് ചോദിക്കാം. 3 ക്രമങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതാണ് മറ്റൊരു ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രമേയം 8-ലെ സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്.
തെക്കേ അമേരിക്കയിലെ ഇൻക സംസ്കാരം, അതുപോലെ ആസ്ടെക് സംസ്കാരം, മായൻ സംസ്കാരം, ഇതിൻ്റെയൊക്കെ സവിശേഷതകൾ വ്യക്തമാക്കാൻ വേണ്ടി ചോദിക്കാം. മൂന്നും കൂടെ ഒരുമിച്ചാണെങ്കിൽ എസ് എ ചോദിക്കും. സെപ്പറേറ്റ് ആണെങ്കിൽ 4 മാർക്ക് 5 മാർക്കിന് ചോദിക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അവിടെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 സംസ്കാരങ്ങളെയും മാത്രമായിട്ട് നിങ്ങൾ ഇതെടുത്ത് കാണാൻ മറക്കണ്ട. ഓക്കെ. അതുപോലെ യൂറോപ്യന്മാരുടെ 16-ാം നൂറ്റാണ്ടിലെ പര്യവേഷണ യാത്രാ ഫലങ്ങൾ എന്തൊക്കെയാണ്? അത് മറ്റൊരു ചോദ്യമാണ്. യൂറോപ്യന്മാരുടെ 16-ാം നൂറ്റാണ്ടിലെ പര്യവേഷണ യാത്രകൾ. ഓക്കെ, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പര്യവേഷണ യാത്രകളുടെ ഫലങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, അതൊരു എസ് എ ടൈപ്പാണ്. 5 മാർക്കിനും ചോദിക്കാം. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഭാഗത്തൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഓക്കെ, മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ 1-ാമത്തെ ചാപ്റ്ററിലേക്കൊക്കെ പോയി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കൃത്യമായിട്ട് കാണാൻ പറ്റുന്നൊരു ചോദ്യമാണ്. എല്ലാ പരീക്ഷകളിലും കണ്ടിട്ടുള്ളതാണ്. മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഓക്കെ, അതുപോലെ ആദിമ മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നത് എങ്ങനെയാണ് ആദ്യകാല മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ മറ്റൊരു ചോദ്യം, പുരാതന മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യാ സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുക. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്യൂണിഫോം ലിപി വളരെ ഭംഗിയായിട്ട് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അതുപോലെ ആദിമ മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നത് എങ്ങനെയാണ്, അതുപോലെ 2-ാമത്തെ പ്രമേയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പുരാതന മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യാ സമ്പ്രദായം, അതായത് ക്യൂണിഫോം ലിപിയെക്കുറിച്ച് വിവരിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും വരും. നിങ്ങൾക്ക് ഹിസ്റ്ററി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാൻ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളെ സഹായകമാകട്ടെ. തീർച്ചയായും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു വിഷയവുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.